ശ്രീ മഹാഗണപതേ നമഃ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഓം നമോ ഭഗവതേ വാസുദേവായ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. സംഹൃത്യ ലോകാൻ വടപത്രമധ്യേ ശയാനമാദ്യന്തഭീനരൂപം സർവേശ്വരം സർവഹിതാവതാരം ബാലം മുകുന്ദം മനസാ സ്മരാമി. നമസ്കാരം. സംസ്കൃതം മൂലശ്ലോകം ആദ്യവും അതിൻ്റെ പിന്നാലെ മലയാള വിവർത്തനവും പാരായണം ചെയ്യുന്നതാണ് ഇതിലെ പാരായണക്രമം. ദശകം 43. ശ്രീഹരിയേ നമഃ. ശ്ലോകം 1. ത്വാമേകദാ ഗുരുമരുത്പുരനാഥ വോഢും ഗാഠാധിരൂഢഗരിമാണമപാരയന്തി മാതാ നിധായ ശയനേ കിമിദം വദേതി ധ്യായന്ത്യചേഷ്ടത ഗൃഹേഷു നിവിഷ്ടശങ്കാ. മലയാള പരിഭാഷ. നീ സ്വന്തഭാരമൊരു നാടകയേറ്റി താനേ പൊക്കാനിളഞ്ഞു ഭഗവാനെ നിനച്ചിതമ്മ. നിന്നെ നിലത്തൊരു വശത്തു കിടത്തിയിട്ടിട്ടങ്ങിങ്ങു വേലകളെ ചെയ്തു നടന്നു വീട്ടിൽ. ശ്ലോകം 2. താവദ്വിദുരമുപകർണിത ഘോരഘോഷവ്യാജൃംഭിപാംസുപടലീ പരിപൂരിതാശ വാത്യാവപുസ്സകില ദൈത്യവരസ്തൃണാവർത്താഖ്യോ ജഹാര ജനമാനസഹരിണം ത്വാം. മലയാള പരിഭാഷ. അന്നേരമാ വഴി ഭയങ്കര ശബ്ദമൂടെ ചിഹ്നം വിളിച്ചു പൊടികൊണ്ടധമൂടിയെങ്ങും വന്നത്തി കാറ്റുടലൊടേ തൃണവർത്തദൈത്യൻ നിന്നെ ഹരിച്ചു ജനചിത്തഹരാ തദാനീം. ശ്ലോകം 3. ഉദ്ദാമപാംസുതിമിരാഹത ദൃഷ്ടിപാതേ ദ്രഷ്ടും കിമപ്യകുശലേ പശുപാലലോകേ ഹാ ബാലകസ്യ കിമിതി ത്വദുപാന്തമാപ്ത മാതാ ഭവന്തമവിലോക്യ ഭൃശം രുരോധാം. മലയാള പരിഭാഷ. ആകെ പൊടി പടലമായിരുളായിതെങ്ങും ഗോപർക്കു കണ്ണിനധ കാഴ്ച നശിച്ച നേരം എന്തെന്റെ കുഞ്ഞിനിതമമ്മ കിടന്ന ദിക്കിൽ കാണാഞ്ഞു പേടിയൊടുടൻ വിലപിച്ചുറക്കേ. ശ്ലോകം 4. താവൽ സദാനവരോപിചദീനമൂർത്തിർഭാവത്കഭാരപരിധാരണലൂനവേഗ സങ്കോചമാപ തദനുക്ഷതപാംസു ഘോഷേ ഘോഷേ വ്യതായത ഭവജ്ജനനീ നിനാദം. മലയാള പരിഭാഷ. അപ്പോൾ ഭവാന്റെ ഘനമേറ്റി ബലം നശിച്ചു വേഗം കുറഞ്ഞ സുരനും പരിശുഷ്കനായി. പിന്നെ പൊടി പടലമുട്ടധ താണ നേരം മാതാവിലാപമതു ഗോകുലമാകെ പൊങ്ങി. ശ്ലോകം 5. രോദോപകർണനവശാദുപഗമ്യഗേഹം ക്രന്ദൽസു നന്ദമുഖഗോപകുലേഷു ദീന ത്വാം ദാനവസ്ത്വഖിലമുക്തികരം മുമുക്ഷുസ്ത്വയ്യ പ്രമുഞ്ചതി പപാത വിയത്പ്രദേശാൽ. മലയാള പരിഭാഷ. വീടെത്തി വേഗമഥവാ വിളികെട്ടു നന്ദൻ വൃത്തം ധരിച്ചു വിലപിച്ചഥ ഗോപരൊപ്പം മുക്തിപ്രദൻ തവ വിമുക്തി കൊതിച്ച ദൈത്യൻ അഭ്രാൽപതിച്ചു തവ ഹസ്തവിമുക്തി നേടാൻ. ശ്ലോകം 6. രോദാകുലസ്തദനു ഗോപഗണാബഹിഷ്ഠപാഷാണപൃഷ്ഠഭുവി ദേഹമതിസ്ഥവിഷ്ഠം
പ്രൈക്ഷന്തഹന്ത നിപതന്തമമുഷ്യവക്ഷസ്യ ക്ഷീണമേവ ച ഭവന്തമലം ഹസന്തം. മലയാള പരിഭാഷ. പാരം കരഞ്ഞു അലയുന്നൊരു ഗോപലോകം, ദൂരത്തു കണ്ടു വലിയൊരു പിശാചദേഹം. പാറയ്ക്കു തുല്യമതുമേലെ ചിരിച്ചു നിന്നേം കണ്ണീരൊഴുക്കിയവരും സുഖദുഃഖമിശ്രം. ശ്ലോകം 7. ഗ്രാവപ്രപാത പരിപിഷ്ടഗരിഷ്ഠദേഹഭ്രഷ്ടാസു ദുഷ്ടജനുജോപരിധൃഷ്ടഹാസം ആഘ്നാനമംബുജകരേണ ഭവന്തമേത്യ ഗോപാദധുർഗിരിവരാദിവ നീലരത്നം. മലയാള പരിഭാഷ. പാറക്കണക്കതിഭയങ്കരമാഖലന്റെ ഘോരം ജഡോപരി സരോജകരത്തെ കൊട്ടി ഊറിച്ചിരിച്ചു മരുവുന്ന ഭവാനെ ഗോപർ അചലാദിവ നീലരത്നം. ശ്ലോകം 8. ഏകൈകമാശു പരിഗൃഹ്യ നികാമനന്ദനന്ദാദി ഗോപരിലബ്ധ വിചുംബിതാംഗം ആദാതു കാമപരിശങ്കിത ഗോപനാരീഹസ്താംബുജ പ്രപതിതം പ്രണുമോ ഭവന്തം. മലയാള പരിഭാഷ. കൈമാറി മാറി തവ മേനിയതാകെ ചുംബിച്ച നന്ദഗോപര അതിതോഷമൊടെത്തി ഗേഹം ശങ്കിച്ചു മോഹമൊടു നിന്ന വധൂകരങ്ങൾ ചാടിക്കരേറിന ഭവാനെ നമിപ്പു ഞങ്ങൾ. ശ്ലോകം 9. ഭൂയോപി കിം നു കൃണുമ പ്രണതാർത്ഥിഹാരി ഗോവിന്ദേവ പരിപാലയതാത്സുതം ഇത്യാദി മാതരവിതൃപ്രമുഖൈസ്തദാനീം സംപ്രാർത്ഥിതസ്ത്വദവനായ വിഭോ ത്വമേവ. മലയാള പരിഭാഷ. നാം എന്തു ചെയ്യുമിനി പുത്രനു രക്ഷ നൽകാൻ ഗോവിന്ദന് അർത്തിഹരനങ്ങു തുണയ്ക്ക വേണം എന്നച്ഛനമ്മയവരും തവ രക്ഷ നൽകാൻ നിന്നോടു തന്നെ വളരെ സ്തുതി ചെയ്തു നിന്നു. ശ്ലോകം 10. വാതാത്മകം ധനുജമേവ മയി പ്രധുന്വൻ വാദോദ്ഭവാൻ മമ ഗദാൻ കിമു നോധുനോഷി കിം വാ കരോമി പുനരപ്യനിലാലയേശ നിശേഷരോഗശമനം മുഹുരർത്ഥയേ ത്വാം. മലയാള പരിഭാഷ. വാദസ്വരൂപനസുരംബത കൊന്ന നീ ഈ വാദം പിടിച്ച മമ രക്ഷ തരാത്തതെന്തേ? വാദാലയാധിപ വരഞ്ഞിവനെന്തു ചെയ്യും? വാദത്തെ മാറ്റുവതിനായിഹ കിഞ്ചിടുന്നേൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.